ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പായസം ഉണ്ടാക്കിയാലോ? എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന 2-3 സാധനങ്ങൾ മാത്രം മതി ഈ പായസം ഉണ്ടാക്കാനായിട്ട്. ഒരു പഴവും കുറച്ച് അരിപ്പൊടിയും വെച്ചിട്ട് സ്വീറ്റായിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പഴമാണ്. ഒരു നേന്ത്രപ്പഴം നമ്മൾ എടുക്കേണ്ട കേട്ടോ. അത് എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി നുറുക്കി എടുക്കേണ്ട. ഈ പഴം നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അടിച്ചെടുത്തിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുക. അതിനുശേഷം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടി നമ്മൾ ആദ്യം അടിച്ചു വെച്ച പഴത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ പഴം അടിച്ചെടുത്ത ആ ഒരു ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാകത്തിലാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താലും മതി. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ നമുക്കിതിൽ ചേർക്കുന്ന പൊടിയുടെ അളവിന് വ്യത്യാസം വരുവേ. അപ്പോൾ അങ്ങനെ നമ്മളത് കുഴച്ചെടുത്ത് വെച്ച് അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കുതിരാനായിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി റവയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി ആയാലും ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ശർക്കര പാനി റെഡിയാക്കാം. അതിനായിട്ട് 3 വെല്ലം ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് പാനിയാക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മൾ മാവിൽ നിന്ന് ചെറിയ അളവിൽ മാവ് എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ മാവ് എല്ലാം ചെറിയ മണികളായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ച് ഇനി നമുക്ക് പായസം റെഡിയാക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടകൾ പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ പാലിലേക്ക് ഈ ഉണ്ടകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ കയ്യിലും കൊണ്ട് ഇളക്കരുത്. നമ്മൾ പാത്രം കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉണ്ടകൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കിത് ആവിയിൽ വേവിച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഉണ്ടകൾ നമ്മൾ തിളച്ച പാലിലേക്ക് ഇടുന്ന കാരണം പെട്ടെന്ന് വെന്തം കിട്ടും. 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. അങ്ങനെ നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ ആദ്യം ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ശർക്കര നമുക്ക് തേങ്ങാപ്പാലിലേക്കും ഉണ്ടകളിലേക്കും ഒന്ന് പിടിച്ച് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കശുവണ്ടി മുന്തിരി നെയ്യിൽ വറുത്ത് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഏകദേശം ഒന്ന് കുറി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ റവ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂണ് ചുക്കുപൊടിയും 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. പിന്നെ ഇനി നമ്മൾ അധികം നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ പായസം റെഡി ആയില്ലേ? അപ്പോൾ ഈ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കൊതിയാവണില്ലേ ഇങ്ങനെ കാണുമ്പോൾ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഓപ്പൺ ആക്കിയിടണേ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. താങ്ക്